ഇതര മാസങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഇത്രത്തോളം മുസ്ലിമീങ്ങൾ ആഘോഷിക്കുവാനും ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള കാരണം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ലോകത്ത് തുല്യതയില്ലാത്ത, സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ആദരിക്കപ്പെടാനും പറ്റിയ ഒരേ ഒരു വ്യക്തിത്വം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ 200-ലധികം വരുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും ഈ ലോകത്തിന്റെ തന്നെ സൃഷ്ടിപ്പിന് നിയുക്തരായ കാരണക്കാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ജീവന്റെ തുടിപ്പായി, കരളിന്റെ കഷ്ണമായി, ഹൃദയത്തിലെയും ചങ്കിലെ ചോരയായി വിശ്വാസികൾ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കുന്നവരാണ്, ഉപ്പമാരെ സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ കുടുംബാംഗങ്ങളെയും ഭാര്യമാരെയും സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ആ സ്നേഹത്തിന്റെയും അപ്പുറം അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണ്, ഉപ്പയാണ്. അതല്ല, ഞങ്ങളുടെ ഉമ്മയിൽ ഉപ്പയേക്കാളും ഏറെ അധികം 10 മടങ്ങാണ് നബിയെ അങ്ങ് എന്ന് ഓരോ വിശ്വാസിയുടെയും ഹൃദയങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന മദ്ഹിന്റെ ഈരടികളിലൂടെ പറഞ്ഞു വെക്കുന്നത് തുല്യതയില്ലാത്ത, സ്നേഹിക്കാൻ തുല്യതയില്ലാത്ത ഒരേ ഒരു നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നമുക്കൊക്കെ മക്കളുണ്ടാകും. ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ആ കുഞ്ഞ് ജനിച്ചൊരു വർഷം തികയുമ്പോൾ നമ്മൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ്. അതിന്റെ ഇസ്ലാമിക മാനങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. എന്നാൽ ജന്മദിനം ആഘോഷിക്കുക എന്നതിന് സ്വന്തം മക്കളുടേതും കുടുംബങ്ങളുടേതും അതുപോലെ ഭാര്യമാരുടെ വിവാഹത്തിന്റെ വാർഷികങ്ങൾ, ആനിവേഴ്സറികൾ നമ്മൾ നടത്താറുണ്ട്. സ്ഥാപനങ്ങളുടെ, മദ്രസകളുടെയും കോളേജുകളുടെയും ഹോസ്പിറ്റലുകളുടെയും ഒക്കെയുള്ള ആഘോഷ പരിപാടികൾ, അതിന്റെ വാർഷിക പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. അതിലെല്ലാവർക്കും ആനന്ദമാണ്, എല്ലാവർക്കും ആവേശമാണ്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ എന്തിനു പ്രയാസപ്പെടണം, നമ്മൾ എന്തിനു പേടിക്കണം, നമ്മൾ എന്തിനു മറ്റിടങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതുണ്ട്? ഇതിനെല്ലാം നിമിത്തം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുരക്ഷിതമായ ഖുർആനിന്റെ വചനമാണ്. മുഫസ്സിറുകൾ മുഴുവനും വിശദീകരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ ജീവന തുല്യം സ്നേഹിക്കാൻ ഭൗതിക ലോകത്ത് പലരും ഉണ്ടായേക്കാം. പക്ഷേ അതിനെല്ലാം നിമിത്തമായി നാളെ പരലോകത്ത് ചെല്ലുമ്പോഴും നമ്മുടെ കൈപ്പിടിച്ച് കൊണ്ടുപോയി സ്വർഗത്തിന്റെ ആനന്ദലഹരിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു വ്യക്തിത്വം അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇത്തരത്തിലുള്ള റാലികളും പ്രകടനങ്ങളും മതഗീതികളും ആഘോഷങ്ങളുമെല്ലാം എന്നും മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ വർഷങ്ങളായി ഇതുപോലെയുള്ള സുന്നി സംഘ കുടുംബങ്ങളുടെ പേരിൽ ധാരാളം വർഷങ്ങളായി ഇതുപോലെയുള്ള മീലാദ് ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ സ്വീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.